നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ പാഠപുസ്തക വിതരണവും ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾക്കും പരിഹാരങ്ങൾക്കും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മറുപടി നൽകി മുൻ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പുതിയ മന്ത്രിസഭ അധികാരമേൽക്കുന്നതിന് തൊട്ടു മുൻപ് പാഠപുസ്തക അച്ചടി പൂർത്തിയാക്കാത്തതിനാൽ കുട്ടികൾക്ക് പുസ്തകം വൈകുമെന്ന രീതിയിൽ വന്ന മാധ്യമ വാർത്തകളെയും ട്രോളുകളെയുമാണ് അദ്ദേഹം അക്കമിട്ട് നിരത്തി പ്രതിരോധിച്ചത്. താൻ പൊതുവിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയാണ് കാര്യങ്ങൾ നീക്കിയത് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഒരു അധ്യയന വർഷം തുടങ്ങുമ്പോൾ തന്നെ അടുത്ത വർഷത്തേക്കുള്ള പുസ്തക നിർമ്മാണവും അച്ചടി പ്രവർത്തനങ്ങളും ആരംഭിക്കാറുണ്ടായിരുന്നു. കടലാസ് ക്ഷാമം ഉൾപ്പെടെയുള്ള പലവിധ പ്രതിസന്ധികളെയും തുടർച്ചയായ യോഗങ്ങളിലൂടെയും ഇടപെടലുകളിലൂടെയുമാണ് മറികടന്ന് ഓരോ വർഷവും കൃത്യസമയത്ത് പുസ്തകങ്ങൾ കുട്ടികളിലേക്ക് എത്തിച്ചിരുന്നത് എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വോട്ടെണ്ണലിന് ശേഷം UDF മന്ത്രിസഭ അധികാരമേൽക്കുന്നതിന് തൊട്ട് മുൻപ് പാഠപുസ്തക വിതരണം അവതാളത്തിലാകുമെന്ന തരത്തിൽ ചില UDF പോഷക സംഘടനകളെ ഉദ്ധരിച്ച് മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു. ഈ ഘട്ടത്തിൽ മാധ്യമങ്ങൾ പ്രതികരണം തേടിയപ്പോൾ താൻ നടപ്പിലാക്കിയ ശാസ്ത്രീയമായ വിതരണ ശൃംഖലയിൽ പൂർണ്ണ വിശ്വാസമുള്ളതിനാൽ കാത്തിരുന്നു കാണാം എന്നാണ് മറുപടി നൽകിയത് എന്ന് വി ശിവൻകുട്ടി പറഞ്ഞു. വി ശിവൻകുട്ടിയുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം നോക്കാം. ഒരു അധ്യയന വർഷം തുടങ്ങുമ്പോൾ തന്നെ അടുത്ത അധ്യയന വർഷത്തെ പുസ്തക നിർമ്മാണ അച്ചടി പ്രവർത്തനങ്ങൾ ആരംഭിക്കുക എന്നതായിരുന്നു ഞാൻ പൊതുവിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോൾ ഉള്ള രീതി. പിന്നീട് അങ്ങോട്ട് തുടർച്ചയായ യോഗങ്ങൾ വേണ്ടിവരും. ഇതിനിടയിൽ അച്ചടി കടലാസുകളുടെ ക്ഷാമം മുതൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ കടന്നുവരും. അതിനെയൊക്കെ മറികടന്ന് അധ്യയന വർഷം തുടങ്ങുന്നതിന് മുൻപ് തന്നെ പുസ്തകങ്ങൾ കുട്ടികളിലേക്ക് എത്തിച്ചു തുടങ്ങും. വോട്ടെണ്ണൽ കഴിഞ്ഞ് UDF മന്ത്രിസഭ അധികാരം ഏറ്റെടുക്കുന്നതിന് മുൻപ് പാഠപുസ്തക അച്ചടി പൂർത്തിയാക്കാൻ കഴിയാത്തതിനാൽ കൃത്യസമയത്ത് പുസ്തകങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് എത്തില്ല എന്ന തരത്തിൽ മാധ്യമങ്ങളിൽ വാർത്ത വന്നു. ചില UDF പോഷക സംഘടനാ നേതാക്കളുടെ പ്രസ്താവനകൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ വാർത്തകൾ വന്നിരുന്നത്. ആ ഘട്ടത്തിൽ പലരും എന്റെ പ്രതികരണം ചോദിച്ചിരുന്നെങ്കിലും നമ്മൾ നടപ്പിൽ വരുത്തിയ പാഠപുസ്തക അച്ചടി വിതരണം പ്രവർത്തനങ്ങളുടെ ശാസ്ത്രീയതയിൽ വിശ്വാസമുണ്ടായിരുന്നതിനാൽ കാത്തിരുന്നു കാണാം എന്നാണ് പറഞ്ഞത്. പോകുന്ന പോക്കിൽ മന്ത്രി അപ്പൂപ്പൻ കുഞ്ഞുങ്ങൾക്ക് പണി കൊടുത്തു പോയി എന്ന തരത്തിൽ എന്നെ വ്യക്തിപരമായി തന്നെ ആക്ഷേപിക്കുകയും പരിഹാസിക്കുകയും ചെയ്യുന്ന ട്രോളുകളും ഞാൻ കണ്ടിരുന്നു. വേണ്ട പുസ്തകങ്ങൾ വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് ഇപ്പോൾ നിലവിലെ പൊതുവിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു. നല്ലത്, എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. പുതിയ ക്ലാസ് മുറികളിൽ എത്തിച്ചേർന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം. കളിയും ചിരിയും പഠനവുമായി നിങ്ങൾ മുന്നേറുക എന്നാണ് മുൻ മന്ത്രി അപ്പൂപ്പൻ്റെ ആ ഒരു ഉപദേശം. എന്തായാലും ഇന്ന് രാവിലെ തന്നെ എല്ലാം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. അത് കുട്ടികളൊക്കെ തന്നെ സ്കൂളിലേക്ക് പോയിരിക്കുകയാണ്.